പെരുമ്പാവൂരിൽ നിന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മാതാവാണ് എന്നെ വീണ്ടും മാതാവിൻ്റെ സന്നിധിയിൽ ജീവനോടെ എത്തിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 25-നാണ്. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പനി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കും, വീണ്ടും പനി വരും. ഇത് തന്നെയായിരുന്നു. ഇമ്മ്യൂണിറ്റി, പ്രതിരോധം തീരെ ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞു, ഓൾറെഡി അമ്മച്ചി ഉടമ്പടി എടുക്കുന്ന ആളായിരുന്നു. അസുഖം മാറാണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കൃപാസനമൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. കുഞ്ഞുനാൾ തൊട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും കൂട്ടുകാരി എന്ന പോലെ ഞാൻ മാതാവിനോട് സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാതാവിനോട് ദേഷ്യപ്പെടും, കരയും, സംസാരിക്കും. ഞാനൊരു യാക്കോബിറ്റുകാരിയാണ്. ഞങ്ങളുടെ പള്ളിയും മാതാവിൻ്റെ പള്ളി തന്നെയാണ്. അവിടെ തൊട്ട് കുഞ്ഞുനാൾ തൊട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കൃപാസനം മാതാവിനെ പറ്റി കേട്ടപ്പോൾ അത്ര വിശ്വാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അതിലേക്കൊന്ന് നോക്കണം എന്നൊരു താല്പര്യം തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മദർ ഇൻ ലോ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പനി വന്നപ്പോൾ മാറാണ്ട് വന്നപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, മോളെ നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. താല്പര്യം ഇല്ലാണ്ടായി. പിന്നെ ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്, ഞാൻ ഈ കൃപാസനത്തിലേക്ക് വിളിക്കുക. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നോട് ചോദിക്കുക, മോൾക്ക് കൃപാസനത്തെ വിശ്വാസമൊന്നുമില്ല, പുച്ഛമല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് മോള് ഉടമ്പടി എടുക്കുന്നത്? അങ്ങനെ ഒരു സ്വപ്നം ഞാൻ പെട്ടെന്ന് കണ്ടു. പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം, ആദ്യമായിട്ട് പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുക്കണമെന്നായിരുന്നു താല്പര്യം. അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, ഞങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി സംവിധാനം ഉള്ളല്ലോ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് പ്രാർത്ഥന റിക്വസ്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ അങ്ങ് പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുത്ത് പെട്ടെന്ന് കാര്യം സാധിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കുകയാണ്, മാതാവിൻ്റെ നിശ്ചയം അങ്ങനെയാണ്. ഞാൻ ഉടമ്പടി എടുത്തു. അപ്പം പനി മാറാണ്ട് കുറേ കാലം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സിക്ക് ലീവൊക്കെ കുറവാണ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവർ മീറ്റിങ്ങിന് വിളിക്കും. പിന്നെ നമ്മൾ ഫിറ്റാണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ജോലിക്ക് കയറണം. ഉടമ്പടി എടുത്തു. ഒക്ടോബർ 25-ന് ഉടമ്പടി എടുത്തു 2024. പെട്ടെന്ന് തന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് പെട്ടെന്നൊരു റിലീഫ് പോലെ തോന്നി. ശരീരത്തിനൊക്കെ ഒരു ശക്തി തിരിച്ചു വന്നതുപോലെ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് മെയിൽ അയച്ചു, ഞാൻ തിരിച്ച് ജോലിക്ക് കയറിക്കോളാം, ഞാൻ ഓക്കെ ആണോ എന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കൃപാസനം മാതാവ് ഭയങ്കര പ്രത്യക്ഷമാണ്. അപ്പം തന്നെ എനിക്ക് ഒരു തന്നു, ഒരടയാളം തന്നു. പിന്നീട് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥനകളൊക്കെ ഞാൻ കൊണ്ടുപോയി. 5:30 രാവിലെ എണീക്കും, അതിന് മുടക്കം വന്നില്ല. അതിനുശേഷം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഇന്നും പ്രാർത്ഥനയും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വന്നു. എല്ലാ ഉടമ്പടി ക്രമങ്ങളും ഫോളോ ചെയ്തു പോയി. പിന്നെ ഉടമ്പടി നിയോഗങ്ങൾ വെച്ചു, 6 നിയോഗങ്ങൾ വെച്ചു. അതിലൊന്നാമത്തെ അസുഖം മാറണമെന്നും രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടാവണമെന്നാണ്. എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് 6 വയസ്സാണ് ആ സമയം. അപ്പോൾ 1 വർഷത്തോളം രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇറഗുലർ പീരിയഡ്സൊക്കെ ആയിട്ട് ഒരു ടെസ്റ്റ് റിസൾട്ട് പോലും പോസിറ്റീവ് ആകുന്നില്ല. അപ്പോൾ പതുക്കെ അതൊരു നിരാശയിലേക്ക് വന്നായിരുന്നു. അങ്ങനെ ഈ ഉടമ്പടി ആദ്യം ഞാൻ ചെയ്തപ്പോൾ രണ്ടാമത് എനിക്കൊരു കുഞ്ഞിനെ കിട്ടണമെന്ന് ഞാൻ വെച്ചു.
അപ്പോൾ എല്ലാവരും സാക്ഷ്യങ്ങളിൽ പറഞ്ഞതുപോലെ മാതാവിൻ്റെ കുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ ഒരു ദിവസം നമുക്ക് തരും. ആ കുഞ്ഞ് ജനന ദിവസം മാതാവിൻ്റെ ദിവസമായിരിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം, ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കൃപാസനം ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ വന്നു. വരുന്നതിന് 2 ദിവസം മുമ്പ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകുന്നില്ല, ഇറഗുലർ പീരിയഡ്സ് ആണ്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് സ്കാനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ 6 വീക്സ് പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എൻ്റെ 2ാമത്തെ ഉടമ്പടി നിയോഗം ഞാൻ മാതാവിൻ്റെ അടുത്ത് നേരിട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാതാവ് എന്നെ അറിയിച്ചു. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. വന്നു ഇവിടെ നേരിട്ട് ഉടമ്പടി ഞാൻ പുതുക്കി. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും UK പോയി. അതിനുശേഷം പ്രഗ്നൻസിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ഉഴപ്പ് കാണിച്ചു, ബൈബിൾ വായനയൊന്നും കറക്റ്റായിട്ട് ചെയ്തില്ല. അപ്പോൾ പ്രാർത്ഥനയിൽ വളരെ വീക്കായി തുടങ്ങി. അതോടുകൂടി എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. 5 മാസം പ്രഗ്നൻ്റായി കഴിഞ്ഞതിന് ശേഷം ഡയബറ്റിക് ചെക്കുണ്ട് അവിടെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെന്ന് സ്ഥിരീകരിച്ചു. അതോടുകൂടി ഭക്ഷണത്തിൽ നിയന്ത്രണം വന്നു, ഇൻസുലിൻ എടുക്കേണ്ടി വന്നു 2 നേരം. അപ്പോഴല്ലേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, നീ ഉടമ്പടിയിൽ തിരിച്ച് നിൽക്കണം, നീ ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, മാതാവിന് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞറിയാം, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടതുകൊണ്ടാണ്, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന രീതിയിൽ കൃപാസനം മാതാവിലേക്കുള്ളൊരു വിശ്വാസം എനിക്ക് ഇല്ലാണ്ടായി തുടങ്ങി പതിയെ. പ്രഗ്നൻസി ത്രൂ മുഴുവൻ ഞാൻ ഒരു പ്രാർത്ഥന ഇല്ലാണ്ട് അങ്ങ് പോയി. ഇത്രയും കോംപ്ലിക്കേഷൻസൊക്കെ വന്നിട്ട് പോലും എനിക്ക് തിരിച്ച് ഉടമ്പടി എടുക്കണമെന്നോ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണമെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഓഗസ്റ്റ് 31 പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡെലിവറി നോർമൽ ആയതുകൊണ്ട് തന്നെ 2ാമത്തതും സാധാരണ നോർമലാകും. അപ്പോൾ അവർ എന്നോട് ഓഗസ്റ്റ് 14 അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടി ബ്രീച്ചാണ്, കുട്ടി തല തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നോർമലിന് ശ്രമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സിസേറിയൻ ആകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു വളരെ സങ്കടമായിട്ട് തോന്നി, സിസേറിയൻ ആണല്ലോ എന്നുള്ളത്. ഓഗസ്റ്റ് 14 31 എൻ്റെ കറക്റ്റ് ഡേറ്റ് കുഞ്ഞ് വരേണ്ടത്. അപ്പോൾ അവർ ഡയബറ്റിക് ആയതുകൊണ്ട് 14 സിസേറിയൻ വെച്ചു. 14 ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. പക്ഷേ അവിടെ എമർജൻസി ഒരുപാട് കേസസ് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് അവർ സ്ലോട്ട് തരുന്നില്ല. അപ്പോൾ നമ്മളൊന്നും കഴിക്കാണ്ടൊക്കെ ഇരിക്കുകയാണ്, വളരെ വീക്കാണ്. ലാസ്റ്റ് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി സിസേറിയൻ ചെയ്യാൻ പറ്റില്ല, വേറൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഡേറ്റ് മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നെക്സ്റ്റ് വീക്കായിരിക്കും എനിക്ക് ഡേറ്റ് കിട്ടുന്നത്. പക്ഷേ അത് മാതാവിനൊരു നിശ്ചയം ഉണ്ടായിരുന്നു. മാതാവ് തന്ന കുഞ്ഞായതുകൊണ്ട്, ഞാൻ യോഗത്തിൽ അത് ആവശ്യപ്പെട്ടത് കൊണ്ടും മാതാവിൻ്റെ ദിവസം തന്നെ മാതാവ് അതിനു വേണ്ടി കരുതി വെച്ചു. എനിക്ക് ഓഗസ്റ്റ് 15 സിസേറിയൻ്റെ ഡേറ്റ് തന്നു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സെപ്റ്റംബറിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഓഗസ്റ്റ് എനിക്ക് മാതാവിൻ്റെ പെരുന്നാൾ ദിവസം തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നു. സിസേറിയൻ കഴിഞ്ഞു. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ സിസ്റ്റം അനുസരിച്ച് അവർ സിസേറിയൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഭക്ഷണം തരും. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു, ഒരു 2-3 നേരം ഭക്ഷണം കഴിച്ചു. പിന്നെ ആ ദിവസം തന്നെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെൻ്റെ യൂറിൻ പോകുന്ന ട്യൂബ് എടുത്തിട്ട് യൂറിൻ പാസ് ചെയ്യാൻ ശ്രമിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര കഠിനമായ വേദന. ഞാനിങ്ങനെ അലമുറയിട്ട് കരയുമായിരുന്നു. പിന്നെ അവർ വീണ്ടും വന്ന് യൂറിൻ്റെ കത്തീറ്റർ ഇട്ടു. 16 സിസേറിയൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ചെറിയ ഉച്ച തൊട്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ
പിന്നെ എനിക്കൊരു വോമിറ്റിങ് തുടങ്ങി, കണ്ടിന്യൂസ് വോമിറ്റിങ്. ഞാൻ അപ്പോൾ ഡോക്ടറെ അറിയിച്ചു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ എൻ്റെ വയറ്, നമ്മൾ ഈ എന്താ പറയുക, അനാറ്റമി ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ വരച്ച് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ എൻ്റെ ഇൻറ്റസ്റ്റൈൻ ഫുള്ള് വളരെ വീർത്ത് വന്നു. അപ്പോൾ ഹസ്ബൻഡിന് അത് കാണാൻ പറ്റുന്നു, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ വളരെ വീക്കായി തുടങ്ങി. എനിക്ക് ചെറിയ രീതിയിൽ ബോധമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. വൊമിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബോധം തിരികെ വരുന്നത്. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, യൂറിൻ പാസ് ചെയ്യുന്നില്ല. അവർ യൂറിൻ ട്യൂബ് പിന്നെ ഇട്ടു. പിന്നെ എനിക്ക് ബാക്കിൽ അസഹനീയമായ വേദന തുടങ്ങി. അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ബവൽ മുറിഞ്ഞതാകാം, അപ്പോൾ നമുക്കൊരു സ്കാൻ ചെയ്യണം. അപ്പോൾ ബവലിന് മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഓപ്പറേഷൻ ചെയ്യണം, ബാക്ക് ടു തിയേറ്റർ എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അസഹനീയമായ വേദന, ബോധം മറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ചെറിയ കുഞ്ഞ്, അതിന് 1-2 തവണ മാത്രം ഒന്ന് ഫീഡ് ചെയ്തു. പിന്നെ പെട്ടെന്ന് ബോട്ടിൽ ഫീഡൊക്കെ അതിന് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ വേഗം സ്കാനിങ്ങിന് കൊണ്ടുപോയി. സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പെയിനാണ്. ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടന്ന് സ്കാൻ ചെയ്യുന്ന മെഷീനിലേക്ക് കയറാൻ നേരത്ത്, അപ്പോൾ അതിന് മുമ്പ് സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇവിടുന്ന് വെഞ്ചിരിച്ച് മേടിച്ച ഒരു കൊന്തയുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കഴുത്തിലിട്ട് തന്നിട്ട്, പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു കുഞ്ഞു കൊച്ച്, മൂത്തൊരു കൊച്ച് 6 വയസ്സ്. അപ്പോൾ ഞാൻ ഏകദേശം ഡൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് ഇങ്ങനെ വിശ്വാസപ്രമാണം, ആ കൊന്തയിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ കൊന്തയിടുന്നത് ഞാൻ കണ്ടു, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇങ്ങനെ അവർ CT മെഷീനിൽ കയറ്റുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ആ കൊന്തയെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൃപാസന മാതാവാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കൃപാസന മാതാവേ, എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അവരെ വളർത്താൻ വേണ്ടിയിട്ടെങ്കിലും എനിക്ക് തിരിച്ചൊരായുസ് തരണം. ഞാൻ തിരിച്ച് അമ്മയുടെ സന്നിധിയിൽ വരാൻ വേണ്ടിയിട്ടും എനിക്കൊരു ആരോഗ്യം തരണം. എന്നെ കൈവിടരുത്, എനിക്ക് വിളിക്കാൻ വേറെ ആരുമില്ല. അപ്പോഴാണ് ശരിക്കും ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത്. നമ്മുടെ കൺട്രോളില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നു. നമുക്കൊരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്, ഒരുപാട് സ്വന്തപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മളെല്ലാം എന്ന് കരുതുന്ന മക്കളുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് വേറെ ഒന്നും, ഞാൻ നൊന്ത് പ്രസവിച്ച മക്കളെപ്പറ്റി പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടുത്തെ അമ്മയാണ്. അപ്പോൾ അപ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് തിരിച്ചു വരാനൊരു ആയുസ്, ആരോഗ്യം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് CT ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. ഹസ്ബൻഡ് വളരെ ടെൻഷനിലായിരുന്നു. ഹസ്ബൻഡ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാണുള്ളത്? ആർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ദൈവത്തിന് മാത്രമാണ്, നമ്മുടെ അമ്മയ്ക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കണ്ണുനീര് അമ്മ കണ്ടു. 2 കുഞ്ഞു മക്കളാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരാണ്ട് പറ്റില്ല. അമ്മയ്ക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഉത്തരം തന്നു. ഡോക്ടർ തിരിച്ചു വന്ന് ചെക്ക് ചെയ്തപ്പോൾ, CT റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബാക്ക് ടു തിയേറ്റർ എടുക്കണ്ട, ജോമിയയുടെ ചെറിയ ബവലിന് ഒരു സ്ട്രൈക്ക് സംഭവിച്ചു, ബവലിന് മൂവ്മെൻറ്റ്സ് ഇല്ല, അപ്പോൾ അത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാം, 2-3 ദിവസം ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിൽ ട്യൂബിട്ടു. എനിക്ക് ഭക്ഷണമൊന്നും ഒരു 2-3 ദിവസത്തേക്ക് അവർ തന്നില്ല. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞിൻ്റെ സകല കാര്യങ്ങളും ഹസ്ബൻഡാണ് നോക്കിയത്. അസഹനീയമായ വേദന, ആദ്യത്തെ എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ആ ഡെലിവറിയുടെ പെയിൻ എനിക്കറിയാം. അതിലും അപ്പുറം എന്താ പറയുക, ഒരു മരണവേദനയായിരുന്നു എനിക്ക് പിന്നീട് ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടായത്.
അപ്പോഴൊക്കെ ഞങ്ങൾ മാതാവിനെ മുറുക്കെ പിടിച്ചു. എൻ്റെ കയ്യിൽ ആ കൊന്തയുണ്ടായിരുന്നു. ആ കൊന്ത ഞാൻ ദിവസവും കണ്ണുനീരൊഴുക്കി ആ കിടക്കയിൽ നിന്ന് കൊന്ത ചൊല്ലുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഛർദിയിലാണ്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മദറിൻലോ ഞങ്ങൾക്ക് സഹായത്തിന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു വിട്ടു. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. വൊമിറ്റിംഗ് ആണ്, നോസിയ, വളരെ ശക്തിയായിട്ട് വൊമിറ്റ് ചെയ്യുന്നു, സ്റ്റിച്ചിൻ്റെ പെയിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉപ്പ് എൻ്റെ വായിൽ, ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ്, ഹസ്ബൻഡ് ആ ഉപ്പ് വായിലിട്ട് തന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് തരുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഛർദിലുമില്ല, നോസിയയില്ല, ഒന്നുമില്ല. പെട്ടെന്നൊരു റിലീഫ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഉപ്പ് വായിലിട്ട് തന്നോ? ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ. എടി ഞാൻ വായിൽ വെച്ച് തന്നു.